Good afternoon all, and all of you please type your attendance. എല്ലാരും attendance type ചെയ്തേ. Okay, then what we have learned in our previous class? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? I think we have discussed about addition, is it? Addition കുറിച്ചാണോ പറഞ്ഞേ? Good afternoon, teacher. Good afternoon. What we have learned in our previous class? എന്താ പഠിച്ചേ? ആരും ഓർക്കുന്നില്ലേ? ആരും ഓർക്കുന്നില്ലേ? എന്തായിരുന്നു പഠിച്ചത്? We are discussing about addition. അല്ലേ? 2 digit numbersന്റെ addition അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? Yes. Yes, we were discussing about addition of 2 digit numbers. നമ്മൾ എങ്ങനെയാ രണ്ട് numbers add ചെയ്യുന്നേ? 2 digit numbers എങ്ങനെയാ add ചെയ്യുന്നേ? നമ്മൾ എങ്ങനെയാ numbers add ചെയ്യുന്നേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2 digit numbers add ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? First we have to add the numbers in ones place അല്ലേ? ഫസ്റ്റ് നമുക്ക് one placeലെ നമ്പറിൽ ആഡ് ചെയ്യണ്ടേ? മറന്നുപോയോ? മറന്നുപോയോ? ഇല്ല. Okay, very good. Then നമ്മൾ 2 digit numbers ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമുക്ക് ones placeലെ numbers ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ 2 digit numbers ആണ്, ones place ഉണ്ട്, tens place ഉണ്ട് അല്ലേ? So first we have to add the numbers on ones place. നമുക്ക് ഫസ്റ്റ് ones placeലെ digits ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ then we have to move on to tens place. ones placeൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? tens placeലേക്ക് പോകണം അല്ലേ? അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയാലോ? നമ്മള് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, കുറെ പേര് മിസ്സിന് അയച്ചു തന്നു. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 104 and 105. 104 and 105. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ദേവർഷ. സഹോദരനെ എന്തോ പറഞ്ഞത് കേട്ടില്ല മോളെ. ഷഹബാരയാണ് പറഞ്ഞത് പേജ് നമ്പർ. Okay. Devasha raised her hand. That's why I'm asking to Devasha. Okay. Okay. Then now we have to discuss about adding 3 two-digit numbers. In our previous classes, we have discussed about adding 2 two-digit numbers. Now we are discussing about the addition of 3 two-digit numbers. That is, for example, here is a question for you. That is, we have to add 24 plus 19 plus നോട്ട്ബുക്കിൽ എഴുതിക്കോ. നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ അതിന് മുൻപ് എന്ത് ചെയ്യണം? ഒരു ഹെഡിങ് കൊടുക്കാനുണ്ട്. എന്താ ഹെഡിങ് എന്നറിയോ?
ഹെഡിങ് എന്താണെന്നറിയോ? ആഡിങ് അല്ലെങ്കിൽ അഡീഷൻ എന്ന് കൊടുത്താൽ മതി. ആഡിങ് തന്നെ കൊടുത്തു. ആഡിങ് 3 2-digit numbers. 3 2-digit numbers. Adding 3 2-digit numbers. We are going to add 3 2-digit numbers. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 3 2-digit numbers-നെ add ചെയ്യാൻ പോവാണ്. Okay. For that, first of all, we have chosen 3 2-digit numbers. ഏതൊക്കെ 2-digit numbers നമ്മൾ ചൂസ് ചെയ്തേ? 24, 19 and 18. Okay. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദിനാഥിന്റെ കൈക്ക് എന്ത് പറ്റി? ആണോ? എങ്ങനെ? ആണോ? ഹോസ്പിറ്റലിൽ പോയോ? അതിന് മാത്രല്ല. Okay, okay. ശരി. Then now we are going to add 24, 19. Yes. Page number വേണോ? Page number 105. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഇവിടെ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും ഇവിടെ എന്താ വ്യത്യാസം? വൺസ് പ്ലേസിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? വൺസ് പ്ലേസിൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ആ 3 ഡിജിറ്റ്സിനെ തമ്മിൽ ആഡ് ചെയ്യണം. ഏതൊക്കെയാ ഇവിടുത്തെ ഡിജിറ്റ്സ്? 4, 9 and 8 അല്ലേ? 4ഉം 9ഉം 8ഉം ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 4 + 9 + 8 കണ്ടുപിടിക്കണം. എത്രയാ 4ഉം 9ഉം 8ഉം ആഡ് ചെയ്താ കിട്ടുക? എത്രയായിട്ടാ? 4 + 9 it is 21. That is 4 + 9 is equal to എത്ര വരും? 4 + 9 13 വരും. 13 + 8 21 വരും അല്ലേ? So 4 + 9 + 8 എത്ര വരും? 21 ആണോ എല്ലാവർക്കും കിട്ടിയത്? Is it 21? 21 ആണോ എല്ലാവർക്കും കിട്ടിയത്? ആണോ? 21 ആണോ കിട്ടിയത്? 21 കിട്ടുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? ആരെയാണ് ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത്? ഏത് ഡിജിറ്റിനെ ക്യാരിഡ് ഔട്ട് ചെയ്യണ്ടേ? 21ല് ഏത് ഡിജിറ്റിനെ ക്യാരിഡ് ഔട്ട് ചെയ്യണ്ടേ? 21ല് 2 നമ്മൾ എവിടെ എഴുതും? 2 നമുക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യണം. ആൻഡ് നമുക്ക് ഇവിടെ ആരെ എഴുതണം? 1നെ എഴുതണം. എന്നിട്ട് 2നെ എവിടെ ക്യാരിഡ് ഔട്ട് ചെയ്യണം? 2നെ 10th പ്ലേസിലേക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ അഡീഷൻ ചെയ്യാ? യെസ്. ഇപ്പോ 10th പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ്സ് വന്നു? 2 + 2 + 1 + 1. എത്രയാ 2 + 2 + 1 + 1? It is 6. Okay. 6. So our answer will be, what about our answer? നമ്മുടെ ആൻസർ എത്രയാ? 61. Is it? That is the sum of 24, 19 and 18 is equal to 60. എന്തോ? പിന്നെ മിസ് ചെറുതായി കേൾക്കുന്നില്ലോ. ചെറുതായിട്ടാണോ കേൾക്കുന്നേ? ആ. What about others? ബാക്കിയുള്ളവർക്കോ? ആണോ? ഓക്കെ. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മേ ബി ട്ടോ. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്തു? 3 2-digit numbers ചൂസ് ചെയ്തു അല്ലെ? ആദ്യം ഏതൊക്കെയായിരുന്നു നമ്മുടെ 2-digit numbers? 24, 19 and 18. എന്തോ?
ക്യാരിഡ് ഔട്ട് ചെയ്ത് വെച്ചതല്ലേ ഇത് അല്ലേ? ക്യാരിഡ് ഔട്ട് ചെയ്ത് വെച്ചതല്ലേ? നമ്മൾ അങ്ങനെയല്ലേ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴും ചെയ്തത്. അപ്പൊ 24 പ്ലസ് 19 പ്ലസ് 18 2 ഡിജിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്തു അല്ലെ നമ്മള്. സോ ദിസ് ഇസ് ദ അഡീഷൻ ഓഫ് 3 2 ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നല്ലോ കുറച്ചു പേർക്ക്. ഉറക്കം വരുന്നുണ്ടോ? Okay. Then you have another question, that is 70 plus 21 plus 19. Means 70, 21 and 19. Yes. ഞാൻ ഇപ്പൊ ക്ലാസ് കയറിയത്. Okay, നമ്മള് adding 3 2 digit നമ്പേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു, അതായിരുന്നു 24 പ്ലസ് 19 പ്ലസ് 18. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാൻ പോവാം. മോളൊരു കാര്യം ചെയ്യ്, ഈ എക്സാമ്പിൾ ചെയ്യുന്ന ശ്രദ്ധിക്കുക, എന്നിട്ട് ഫസ്റ്റ് ചെയ്ത എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 70 പ്ലസ് 21 പ്ലസ് 19 ചെയ്യാൻ പോവാണ്. എങ്ങനെയാ നമ്മൾ 70 പ്ലസ് 21 പ്ലസ് 90 ചെയ്യാ? എങ്ങനെയാ ചെയ്യാ? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഡിജിറ്റ്സ് ഓൺ വൺസ് പ്ലേസ് അല്ലേ? വൺസ് പ്ലേസിലെ ഡിജിറ്റ് വെച്ചല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ വൺസ് പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് ഉള്ളത്? Which are the numbers are here in ones place? ഇവിടെ ones പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? നോക്ക്, ones പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാ? 0, 1 and 9 അല്ലേ? ones പ്ലേസില് അല്ലേ 0, 1 and 9 ഉള്ളത്? Yes. What is the sum of 0, 1 and 9? What is the sum of 0, 1 and 9? 10 അല്ലേ? 10 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിനെ ക്യാരിഡ് ഔട്ട് ചെയ്യണ്ടേ? ഏത് നമ്പറിനെ ക്യാരിഡ് ഔട്ട് ചെയ്യണം? 1നെ ക്യാരിഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ആരെ ഇവിടെ എഴുതണം? വൺസ് പ്ലേസില് 0നെ എഴുതണം, എന്നിട്ടോ 1നെ ക്യാരിഡ് ഔട്ട് ചെയ്യണം. സോ നൗ വി ആർ ക്യാരിഡ് ഔട്ടിങ് 1. ഓക്കെ, നമ്മൾ 1നെ ക്യാരിഡ് ഔട്ട് ചെയ്തു. ഇപ്പൊ 10th പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഉള്ളത്? Which are the numbers are there on 10th place? 1, 7, 2 and 1 അല്ലേ? 3 നമ്പേഴ്സ് അല്ലേ? 1, 7, 2 and 1. സോ അങ്ങനെയാണെങ്കിൽ 1 plus 7 plus 2 plus 1 എത്ര കിട്ടും? 11 ആണ് കിട്ടുക. 7 plus 1 8, 8 plus 1 8 plus 2 10, 10 plus 1 11 അല്ലേ? അപ്പൊ നമുക്ക് എത്രയാ ടോട്ടൽ ആൻസർ വരുന്നേ? ടോട്ടൽ ആൻസർ എത്ര വരും? What's our answer? 110. Okay. അപ്പൊ നമ്മള് 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന പഠിച്ചില്ലേ? എളുപ്പല്ലേ? 3 നമ്പേഴ്സ് അഡീഷൻ എളുപ്പല്ലേ? നമ്മള് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്താ ഒരു വ്യത്യാസം? ഒരു നമ്പറും കൂടെ അധികം വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ തരട്ടെ? ഒരു ക്വസ്റ്റ്യൻ തന്നാ ചെയ്യുവോ? Yes. And the question for you, 24 plus 14 plus
24 plus 14 plus 32. 24 plus 14 plus 32. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. 24ഉം 14ഉം 32ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഫസ്റ്റ് നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? First of all, we have to start with numbers on ones place. നമ്മള് ones place ലുള്ള numbers എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. The ones place ആരൊക്കെയാ ഉള്ളത്? 4 and 2. അപ്പൊ നമ്മൾ ആദ്യം 4 plus 2 കണ്ടുപിടിക്കുക. 1 2 3 1 കൂട്ടി എത്രയാ? 1 2 3 4 4ന്റെ കൂടെ 3 കൂട്ടി 4. ഓക്കെ, എല്ലാവർക്കും 70 ആണോ ഉത്തരം കിട്ടിയത്? Yes. Okay, if there is any another answer, വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? 70. Then how will you get this 70? എങ്ങനെയാ 70 കിട്ടിയത്? എങ്ങനെയാ 70 കിട്ടിയത്? First of all, we have added the numbers on ones place അല്ലേ? ones place ആരൊക്കെയാ ഉള്ളത്? 4 4 and 2. 4 plus 2 ചെയ്തപ്പോൾ നമുക്ക് അത് 10 എന്ന് കിട്ടി. 10ല് 0നെ എഴുതിയിട്ട് 1നെ നമ്മൾ എന്ത് ചെയ്തു? 1നെ നമ്മൾ carried out ചെയ്തു. അപ്പോ 10th പ്ലേസിൽ ആരൊക്കെ വന്നു? 1 2 1 3. The sum of 1 2 and 1 3 is 7. So our answer should be 70. Okay ആണോ? ഇതുപോലെയാണോ എല്ലാവർക്കും 70 കിട്ടിയത്? ഇതുപോലെയാണോ എല്ലാവർക്കും 70 കിട്ടിയത്? Yes. Okay, then one more question for you. 35 plus, here is the question. 35 plus 18 plus 35 plus 35 plus 18 plus 17. 18 plus 17. How will you add 35, 18 and 17? നോട്ടിലോട്ട് എഴുതാനാ? ആ നോട്ട്ബുക്കിൽ എഴുതിക്കോ. ഇത്രയും നേരം നമ്മൾ നോട്ട്ബുക്കിലല്ലേ എഴുതിയേ? ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതിക്കോ. 35 plus 18 plus 17. 35ഉം 18ഉം 17ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ വരിക? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വേഗം ചെയ്ത് മിസ്സിന് ആൻസർ പറഞ്ഞേ. വേഗം ചെയ്ത് പറഞ്ഞേ ആൻസർ. Is it 70? 70 ആണോ? ആണോ? എങ്ങനെയാ ആൻസർ കിട്ടിയത്? എങ്ങനെയാ 70 ആൻസർ കിട്ടിയത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മള് വൺസ് പ്ലേസിലെ ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്തു. വൺസ് പ്ലേസിൽ ആരൊക്കെയാ ഉള്ളത്? 5 8 and 7. 5 plus 8 plus 7 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 20 കിട്ടും അല്ലേ? 20 കിട്ടിയാല് നമ്മൾ 0നെ എഴുതിയിട്ട് 2നെ എന്ത് ചെയ്യും? 2നെ carried out ചെയ്യും. 2നെ carried out ചെയ്യുമ്പോൾ 10th പ്ലേസിൽ ഏതൊക്കെ നമ്പർ വരും? 2 3 1 and 1. So 2 plus 3 plus 1 and 1 എത്ര വരും? 7. So the sum of 35, 18 and 17 is equal to 70. കിട്ടിയോ? 70 കിട്ടിയോ? Yes. Okay, അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ.
another question for you. 17 plus 13 plus 26. 17 plus 13 plus 26. പെട്ടെന്ന് കണ്ടുപിടിച്ച് എത്ര ആൻസർ കിട്ടുക? 17 plus 13 plus 26. 17 plus 13 plus 26. എത്ര ആൻസർ വരിക? 56. 56 ആണോ എല്ലാവർക്കും കിട്ടിയത്? 56 ആണോ എല്ലാവർക്കും കിട്ടിയത്? Yes. വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? If there is another answer? ഉണ്ടോ? ഇല്ല. എങ്ങനെയാ 56 എന്ന ആൻസർ കിട്ടിയത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? വൺസ് പ്ലേസിലെ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്തല്ലേ? ഓക്കെ. വൺസ് പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ആ ഉള്ളത്? 7, 3 ആൻഡ് 6. 7ഉം 3ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 16 കിട്ടും അല്ലേ? 16 കിട്ടുമ്പോൾ നമ്മൾ അതിൽ 6നെ എഴുതിയിട്ട് ആരെ ക്യാരിഡ് ഔട്ട് ചെയ്യും? 1നെ ക്യാരിഡ് ഔട്ട് ചെയ്യും അല്ലേ? സോ 1നെ ക്യാരിഡ് ഔട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 plus 1 plus 1 plus 2 എന്ത് വരും? 1 plus 1 2, 2 plus 1 3, 3 plus 2 5. Then our answer should be 56. നമ്മുടെ ആൻസർ എന്ത് വരും? It should be 56. Okay ആണോ? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് മനസ്സിലായോ? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് മനസ്സിലായോ? Yes. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 105ലും 106ലും ആയിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. കുറെ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ, 2 ഡിജിറ്റ് നമ്പേഴ്സിനെ 3 ടൈംസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 105ലും 106ലും തന്നിട്ടുണ്ട്. കണ്ടോ? Yes. Then can you do it as your homework? Miss. എന്തോ? Yes. എഴുതിപ്പിച്ചത് മതിയാക്കിയ. ഏതാ മോനെ? എഴുതിപ്പിച്ചത് മതിയാക്കിയ. എഴുതിപ്പിച്ചത് മതിയായില്ലേ? എഴുതാൻ തരാം. എഴുതാൻ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തരാം. എഴുതാൻ മനസ്സിലായില്ലേ? എഴുതാൻ തരാം ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇപ്പൊ ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാ. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാ? ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിക്കോ കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ലീവ് ചെയ്ത് കഴിഞ്ഞ പാട് നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ടിൽ എഴുതിയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്ക. എളുപ്പല്ലേ? മിസ് വേറെ നമ്പർ പേജ് നമ്പർ 105ഉം 106ഉം അതിനകത്തില് എക്സസൈസ് 3.5. മിസ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരാം. ഓക്കെ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് പേജ് നമ്പർ 106ൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റൈറ്റ് ഇൻ കോളംസ് ആൻഡ് ആഡ്. എങ്ങനെയാ കോളംസ് അതിൽ റൈറ്റ് ചെയ്യാ? എങ്ങനെയാ കോളം വൈസ് എഴുതുക? ഒരു കോളം എന്താ? റോസും കോളംസും അറിയോ? അറിയില്ലേ? നമ്മള് ഒരു ടേബിൾ വരയ്ക്കാന്ന് വിചാരിച്ചോ. ഒരു ടേബിൾ വരച്ചിട്ട് അതിനകത്ത് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് പറയറില്ലേ നമ്മള്? ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഞാനൊരു ടേബിൾ വരയ്ക്കാൻ പോവാണ്. ഇപ്പൊ ഈ ടേബിളിന് എത്ര കോളംസ് ഉണ്ട്? എത്ര കോളംസ്? 2 കോളംസ് ഉണ്ട്. ഇനി റോസ്
റോസോ? എത്ര റോസ് ഉണ്ട്? എത്ര റോസ്? 3 റോസും 2 കോളംസും ആണ് അല്ലേ? കോളംസ് നമ്മൾ അപ്പോൾ എങ്ങനെയാ നോക്കിയത്? കോളംസ് എങ്ങനെയാ നോക്കിയത്? ഇങ്ങനെയുള്ളത് ഇതിങ്ങനെ താഴോട്ടല്ലേ? താഴോട്ടുള്ളതല്ലേ കോളംസ്? ഇപ്പൊ നോക്ക്, ഇവിടെ 2 കോളംസ് അല്ലേ ഉള്ളത്? എന്തോ കേട്ടില്ല മോളെ. ഇങ്ങനെ വരാം. 1 2 3 കോളം ആ നോട്ട്ബുക്കില് ഈ കോളം ഒന്നും വരയ്ക്കണ്ട. അത് നിങ്ങൾക്ക് കോളംസും റോസും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ കോളംസ് മീൻ ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മൾ താഴോട്ടുള്ളതിനെയാണ് കോളംസ് എന്ന് പറയാം. മനസ്സിലായോ? ഈ താഴേക്ക് വരുന്നതിന് റോസ് എന്ന് പറയും. 1 2 3 റോ എന്ന് പറയുന്നത് നേരെ വരുന്നതും കോളം എന്ന് പറയുന്നത് താഴോട്ട് വരുന്നതും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഇൻ കോളംസ് ആൻഡ് ആഡ്. കോളംസിൽ റൈറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ തന്നിട്ടുള്ളത്? 32 പ്ലസ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നേരെ അല്ലെ, റോ വൈസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 32 പ്ലസ് 49 പ്ലസ് 32 പ്ലസ് 49 പ്ലസ് 10. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ കോളം വൈസ് എഴുതുക? ഇതിനെ കോളം വൈസ് എഴുതുന്നത് എങ്ങനെയാ? എഴുതാനാ പറഞ്ഞേക്കുന്നത്. കോളം വൈസ് എഴുതുന്നതിനെ നമ്മൾ ഇത്രയും നേരം ആഡ് ചെയ്തില്ലേ? എങ്ങനെ? ആദ്യം 32 എഴുതും. ആദ്യം 32 എഴുതിട്ടോ, പിന്നെ അതിന്റെ തൊട്ട് താഴെ 49 എഴുതും. എന്നിട്ടോ അതിന്റെ തൊട്ട് താഴെ ആരെ എഴുതും? അതിന്റെ തൊട്ട് താഴെ 10 എഴുതും അല്ലേ? ഇതുപോലെയല്ലേ നമ്മൾ ഇത്രയും നേരം ആഡ് ചെയ്തത്. അപ്പൊ 32 പ്ലസ് 49 പ്ലസ് 10 ഇങ്ങനെയാണ് നമ്മൾ കോളം വൈസ് എഴുതേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുള്ളത്? നേരെ എഴുതി തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കോളം വൈസ് എഴുതിയിട്ട് വേണം ആഡ് ചെയ്യാൻ. കോളം വൈസ് എഴുതാന്ന് വെച്ചാല് അതിനെ നേരെ താഴെ എഴുതുക. കോളം വൈസിൽ എഴുതി കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ നമുക്കറിയില്ലേ? നമ്മൾ ഇത്രയും നേരം അതില്ലേ പറഞ്ഞത് അല്ലേ? എങ്ങനെ ആഡ് ചെയ്യാ? ആദ്യം വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യണം. വൺസ് പ്ലേസിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ? 2 and 9 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2ന്റെയും 9ന്റെയും സം എത്രയാ? 2 + 9 സം എത്രയാ? 11 നമ്മൾ ഏതിനെ ക്യാരിഡ് ഔട്ട് ചെയ്യണം? 2 കൂടെ പ്ലസ് 9 ആരെ ക്യാരിഡ് ഔട്ട് ചെയ്യണം ഇവിടെ? 1 താഴെ എഴുതാം, ഒരു 1 താഴെ എഴുതാം. ഒരു 1 ഒരു 1നെ ക്യാരിഡ് ഔട്ട് ചെയ്യണ്ടേ? ഡൗട്ട് പറയുന്നത് ഒരു 1നെ നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യണ്ടേ? ഇവിടെ ചെയ്തു. യെസ്, നമ്മൾ ഒരു 1നെ ക്യാരിഡ് ഔട്ട് ചെയ്തു. ഇനിയോ 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 1. 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 1 എത്രയാ? 1 പ്ലസ് 3 4 വരും. 4 പ്ലസ് 4 4 പ്ലസ് 4 is equal to 8 and 8 plus 1 9 വരും. So our total sum should be 91. Okay, മനസ്സിലായോ? കോളം വൈസ് എഴുതിയിട്ട് ആഡ് ചെയ്യുന്നത് മനസ്സിലായി. കോളം വൈസ് എഴുതുമ്പോ എന്താ ചെയ്യണ്ടേ? നമുക്ക് ആ ഡിജിറ്റ്സിനെ നേരെ താഴെ എഴുതണം അല്ലേ? താഴെ എഴുതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റും കൂടെ തരാം. That is 38 plus ക്വസ്റ്റ്യൻ വീണ്ടും റോ വൈസ് തന്നിട്ടുള്ളത്. 38 plus 37 plus 37 plus and the last 12. 38 plus 37 plus 12. എങ്ങനെ നമ്മൾ 38 plus 37 plus 12 കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? 38നെ ഇതിനെ കോളം വൈസ് എഴുതണം അല്ലേ? 37 plus എന്തോ എന്തോ പറഞ്ഞു? 38 എന്നിട്ട് അതിന്റെ താഴെ 37 പറഞ്ഞോ? 37
ഡൗട്ട് ഉണ്ടോ? 7 ഡൗട്ട് ഉണ്ടോ? $38 plus $37 plus 12 അല്ലേ? ഓക്കെ, നമ്മൾ താഴെ എഴുതി. ഇനി എന്ത് ചെയ്യണം? താഴെ എഴുതിയ ശേഷം എന്തോ കേട്ടില്ല, ഒന്നുകൂടെ പറയോ? ഒന്നുകൂടെ പറയോ? ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? 38 plus 37 plus 12 ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 38 plus 37 plus 12 നമ്മൾ ആദ്യം കോളം വൈസ് എഴുതി അല്ലേ? ഇനി നമുക്ക് ആഡ് ചെയ്യാലോ. കോളം വൈസ് എഴുതി കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം വൺസ് പ്ലേസിലെ ഡിജിറ്റ്സ് നോക്കുക. ഏതൊക്കെയാ വൺസ് പ്ലേസിലെ ഡിജിറ്റ്സ് ഇവിടെ? 8, 7 and 2 അല്ലേ? 8ഉം 7ഉം 2 ആഡ് ചെയ്താൽ നമുക്ക് എത്രയാ വരിക? 8 plus 7 plus 2. 8 plus 7 എന്ത് വരും? 8 plus 7 15 വരും. 15 plus 2 ഓ? 15 plus 2 17 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? 17ല് 7 നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ടോ 1നെ എന്ത് ചെയ്യും? 1നെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും അല്ലേ? അപ്പൊ വൺസ് പ്ലേസിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? സോറി, ടെൻസ് പ്ലേസിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ടെൻസ് പ്ലേസിൽ ഇപ്പൊ 1 3 3 1 അല്ലെ? 1 3 3 1 ഇത്രയും ഡിജിറ്റ്സ് എവിടെയുണ്ട്? ടെൻസ് പ്ലേസിലുണ്ട്. അപ്പൊ നമ്മൾ ടെൻസ് പ്ലേസിലെ നമ്പേഴ്സിനെ ആഡ് ചെയ്താലോ? 1 plus 3 4 വരും. 4 plus 3 എത്രയാ? 4 plus 3 7 വരും. 7 plus 1 8ഉം വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 87 അല്ലേ? 87 ആണോ കിട്ടിയത് എല്ലാവർക്കും? 87 ആണോ കിട്ടിയത്? ആണോ? യെസ്, the answer should be 87. അപ്പൊ നമ്മള് നമ്പേഴ്സിനെ റോ വൈസ് തന്നാൽ അതിനെ എങ്ങനെ എഴുതി ചെയ്യാൻ പഠിച്ചു? കോളം വൈസ് മാറ്റി എഴുതി ചെയ്യാൻ പഠിച്ചല്ലേ? സോ നമ്മള് അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് പഠിച്ചു. ആദ്യം അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് എന്താ പഠിച്ചത്? അഡീഷൻ ഓഫ് 3 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ? 3 2 ഡിജിറ്റ് നമ്പേഴ്സ്. എന്തോ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് 3 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാന്ന് പഠിച്ചില്ലേ? പഠിച്ചോ? അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ബിക്കോസ് വി ഹാവ് ഓൺലി 1 more minute remaining. നമുക്ക് 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അറ്റൻഡൻസ് ഇടാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ